ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ മിനിമം നിങ്ങൾക്ക് 200 രൂപയുടെ മുകളിലൊക്കെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അത് 1 രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ജസ്റ്റ് ഒരു 10 മിനിറ്റിലും തന്നെ ആ ഒരു ഫണ്ട് കിട്ടും. സോ ലിമിറ്റഡ് ടൈം ലൂട്ടാണ്, എല്ലാവർക്കും തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലത്തെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലിടും. അത് ചാനലിൽ ഇടുന്നതിനൊക്കെ മുപ്പട്ടെ നമ്മൾ ടെലിഗ്രാം ചാനലിലിടും. കാരണം ഓരോരാൾക്കും നമ്മൾ സിമ്പിളായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്ത് കൊടുക്കും. പല പ്രൂഫുകളും ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഡയറക്റ്റ് വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് ലൂട്ട് 18 വയസ്സിന് മുകളിലായവർക്ക് മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം ഇതിന് പാൻ കാർഡും ആധാർ കാർഡും വേണം. അതായത് അപ്സ്റ്റോക്സ് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാം. കാരണം പല വലിയ വലിയ സെലിബ്രിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്ത ആപ്പാണ്. അതായത് ഇന്ത്യൻ്റെ സെബിന് അണ്ടർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. അതിൽ ജസ്റ്റ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ആ ഒരു 150 രൂപയുടെ ക്യാഷ് ബാക്ക് ഫസ്റ്റ് കിട്ടുന്നത്. സോ ഗൈസ്, ഇതിന് പാൻ കാർഡും ആധാർ കാർഡും മസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പാരൻസിനെ യൂസ് ചെയ്യാൻ, കാരണം ഒരു ഇഷ്യൂ ഇല്ല. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ലൂട്ട് എല്ലാവർക്കും ഏത് ഏജിലുള്ളവർക്കാവും. കാരണം അതിൽ പാൻ കാർഡ് ആധാർ കാർഡ് വേണ്ട. പക്ഷേ അതിൽ അത്ര വലിയ ഫണ്ട് കിട്ടില്ല. കൂടി പോരാ 50 രൂപയൊക്കെ നിങ്ങൾക്ക് റിസീവ് ആവുള്ളൂ. പക്ഷേ ഇതിലാണെങ്കിൽ 150 രൂപ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ അതിൻ്റെ എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇൻ്റർവേസ് ഉണ്ടാവും. ഇവിടെ UPI ID എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. സോ UPI ID എവിടെ കിട്ടൽ പറഞ്ഞാൽ Paytm. ഇപ്പോൾ UPI ID അറിയാത്തവരോട് പറയാണ്, Paytm ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ പ്രൊഫൈൽ ഉണ്ടാവും, ലെഫ്റ്റ് ടോപ്പിലായിട്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ QR കോഡിന് മുകളിലായിട്ട് തന്നെ ഒരു ID കോപ്പി ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതാണ് നിങ്ങളുടെ UPI ID. അത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതന്നെ നോക്കി ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഗൈസ്, പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ 1 രൂപ കിട്ടും, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ 1 രൂപ കിട്ടും. അതിനുശേഷം ഇതുപോലെ തന്നെ അവർ മാരീഡ് ആണോ സിംഗിൾ ആണോ, അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും. KYC കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ എന്തായാലും ഉണ്ടാവും. സോ അവിടെ നിങ്ങൾ ആനുവൽ ഇൻകം അവിടെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. പാൻ നമ്പർ ചോദിക്കുമ്പോൾ പാൻ നമ്പർ എൻ്റർ ചെയ്യുക. ഇവിടെ കാണാൻ പറ്റും പാൻ നമ്പർ എൻ്റർ ചെയ്യാൻ. അവിടെ പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷെയർ വിത്ത് ഡിജി ലോക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ആധാർ കാർഡ് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടിയിലുള്ള ക്യാപ്ച കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുമ്പോൾ OTP കോഡ് കാര്യങ്ങളൊക്കെ ആധാർ കാർഡിലേക്ക് വരും. ആ ഒരു OTP കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഒരു 6 ഡിജിറ്റ് ഒരു പിന്ന് നിങ്ങൾ എന്താണെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണും. അതിനുശേഷം അവർ വെരിഫൈ വിത്ത് UPI. ഓക്കെ, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സൈൻ ഉണ്ടാവും. അവിടെ ആ സൈൻ ജസ്റ്റ് നിങ്ങളവിടെ നോർമലായിട്ട് ആ സൈൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ വരും. അതിനുശേഷം ഒന്നും കൂടി നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ OTP വരും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 2 ഹവറിൻ്റെ ഉള്ളിൽ തന്നെ സെക്കൻഡ് ലൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്യുക, മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒരു സ്ക്രാച്ച് കാണിട്ട് ആ സ്ക്രാച്ച് ചെയ്യുക. നിങ്ങളുടെ ഫണ്ട് ഉണ്ട്, അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. സോ അത്ര വലിയ ഫണ്ട് കിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് 10 രൂപയുടെ മുകളിലൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഫസ്റ്റ് ലൂട്ട് അത്രമാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. 150 രൂപ അപ്പോൾ തന്നെ നിങ്ങളുടെ UPI ID റിസീവ് ആവും. സോ ഇവിടെ നെക്സ്റ്റ് കാണാൻ പറ്റും, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും. സോ ഞാൻ ഓൾറെഡി എൻ്റർ ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ വരും. അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പർ OTP വരും. ആ OTP എൻ്റർ ചെയ്ത് ഇങ്ങനത്തെ ഇൻ്റർവേസ് ഉണ്ടാവും. നിങ്ങൾക്ക് സ്ക്രാച്ച് കാർഡ് ഉണ്ട്. ഇതാണ് സ്ക്രാച്ച് കാർഡ് കിട്ടിയത്. ഇവിടെ കാണാൻ പറ്റും എനിക്ക് ആമസോൺ ഗിഫ്റ്റ് കാർഡ് ഇത്രയും വൗച്ചർ സിമ്പിളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതുപോലെ എനിക്കിപ്പോൾ 30 രൂപേൻ്റെ കിട്ടിയിട്ടുണ്ട്. ഈ റെസ്റ്റ് ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ എനിക്ക് നോക്കുകയാണെങ്കിൽ ഇത് 2 റെസ്റ്റ് ടോക്കണാണ് കിട്ടിയത്. റെസ്റ്റ് ടോക്കണിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മൾക്ക് വീക്ക്ലി ലീഡർഷിപ്പൊക്കെ വെക്കും, മനസ്സിലായോ? ആ ലീഡർഷിപ്പിൽ നമ്മൾ ടോപ്പ് ആവും ഈ റെസ്റ്റ് ടോക്കൺ കൂടുതലുണ്ടാകുമ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവൈറ്റും ചെയ്യാൻ പറ്റും. ആ സ്ക്രാച്ച് കാർഡിൽ നിങ്ങൾക്ക് ആമസോൺ ഗിഫ്റ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാപ്പ് ടു ഡീറ്റെയിൽസ് ക്ലിക്ക് കഴിഞ്ഞാൽ അവിടെ കോഡ് ഉണ്ടാവും. ആമസോൺ ഗിഫ്റ്റ് കാർഡിൻ്റെ ഒരു കോഡ് അവൈലബിൾ ആയിരിക്കും, കാണാൻ പറ്റും. എൻ്റെ അത് ഗെറ്റ് വൗച്ചർന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഒരു കോഡ് കിട്ടും. ആ ഒരു കോഡ് നിങ്ങൾ ആമസോണിൽ പോയിട്ട് ഗിഫ്റ്റ് കാർഡിൽ പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ ഗിഫ്റ്റ് കാർഡ് എടുക്കാം. അതിനുശേഷം അത് നേരെ UPI ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആമസോൺ ഓപ്പൺ ചെയ്തിട്ട് അവിടെ പ്രൊഫൈൽ സെക്ഷനിൽ പോകാം. നിങ്ങളെ അക്കൗണ്ടില്ലേ ആമസോൺ UPI, അവിടെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പേസ്റ്റ് ചെയ്താൽ മതി ആ ഒരു കോഡ്. അതിൽ 10 രൂപയുണ്ടോ. അങ്ങനെ നിങ്ങൾ എത്രത്തോളം ഏൺ ചെയ്യുന്നോ അപ്പം നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് 200 രൂപ ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളതിൽ 100 ആമസോണിൽ ആയിക്കഴിഞ്ഞാൽ ബാക്കി 100 നിങ്ങളെ പേ ചെയ്യേണ്ടു. അതാണ് ആ ഗിഫ്റ്റ് കാർഡിൻ്റെ ഒരു ഉപയോഗം. അല്ലെങ്കിൽ ആ ഒരു ഫണ്ട് റെഡീം കോഡായിട്ടോ എന്ത് വേണമെങ്കിൽ എടുക്കാം. സോ ഈ ഒരു വീഡിയോയിൽ എല്ലാം മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഏകദേശം 200 രൂപയുടെ മുകളിലൊക്കെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന 2 ലൂട്ടാണ്.